ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് കുറച്ച് ഹോട്ട് വീൽസ് പരിചയപ്പെടുത്തുവാണ്. ഇത് ആദ്യം കാണുന്ന ഡ്രിഫ്റ്റൻഡർ എന്ന് പറഞ്ഞൊരു മോഡലാണ്. സോ ഈ മോഡലിന് നമുക്കൊന്ന് അൺകാർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ഇവിടെ വയ്ക്കാം. അപ്പോൾ അടുത്ത മോഡലാണ് ഈ വരുന്നത്. കീ സ്വാപ്പ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. നമുക്ക് കുറച്ച് മോഡൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മോഡൽസ് ഓരോന്നായിട്ട് പരിചയപ്പെട്ടിട്ട് ജസ്റ്റ് നമുക്കൊന്ന് അൺകാർഡ് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ. അടുത്ത മോഡലാണ് ഈ കാണുന്നത്. ഗോൺമാഡ് എന്ന് പറഞ്ഞൊരു മോഡലാണ് വരുന്നത്. ഇപ്പൊ കാണിക്കുന്നൊക്കെ ഏകദേശം ഒരു ഫാൻസി എഡിഷൻ മോഡൽസ് ആണ് ഇപ്പൊ കാണുന്നത് നമ്മൾ. അപ്പൊ നമുക്കിത് ഓരോ മോഡൽസ് ആയിട്ട് പരിചയപ്പെടാം. ഇതും നമുക്ക് അൺകാർഡ് ചെയ്യേണ്ടതായിട്ടുള്ളതാണ്. അപ്പൊ തൽക്കാലം നമുക്കിതും ഇവിടെ വെക്കാം. അടുത്ത മോഡലാണ് ഈ കാണുന്നത്. ഡെഡ് സ്കൈ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കോപ്പ് സ്കൈ എന്ന് പറഞ്ഞൊരു മോഡലാണ് കാണുന്നത്. ഈ കാസ്റ്റിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? ഈ മോഡൽ ഏതാണെന്നറിയോ? നമ്മുടെ ഷെൽബി കോബ്ര എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇത്. ഇത് നമുക്ക് തൽക്കാലം ഇവിടെ വെക്കാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏതാണ് നമുക്ക് ഇന്ന് അൺകാർഡ് ചെയ്യേണ്ടത്? ഗൈസ്, നമുക്ക് ഇതിനകത്ത് കീ സ്വാപ്പ് എന്ന് പറയുന്ന മോഡൽ തന്നെ എടുത്ത് നമുക്കൊന്ന് അൺകാർഡ് ചെയ്യാം. ഇതൊരു 2025 കാസ്റ്റിംഗ് വരുന്ന, എൻ്റെ അറിവിൽ MKC വരുന്ന ഒരു മോഡലാണിത്. ഈ കാർഡ് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഷേക്ക് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. അപ്പോൾ നമുക്കിത് അൺകാർഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് MRP പ്രൈസിന് തന്നെയാണ് നമുക്കിത് ലഭിച്ചത്. കൂടാതെ നമുക്കിതിൻ്റെ വേറൊരു മോഡലാണ് 2025 ഫസ്റ്റ് കേസിൽ, അതായത് AKC വന്നിരിക്കുന്ന ഒരു മോഡലാണ് ഈ കാണുന്നത്. ഇതൊരു നല്ലൊരു കളർ വേരിയന്റ് ആയിരുന്നു. പക്ഷെ ഇതിന് പകരമാണ് ഇപ്പോൾ വരുന്ന ഈ ടൈപ്പ് സെയിം പിങ്ക് കളറായിരുന്നു ഇപ്പോഴത്തെ കേസിലൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അൺകാർഡ് ചെയ്യാം. അപ്പോൾ ഹോട്ട് വീൽസിൻ്റെ കവറിനെ പറ്റി പറയുമ്പോൾ തന്നെ ഈ ചില കാർഡുകളൊക്കെ പെട്ടെന്ന് ചിലർക്ക് കിട്ടുന്നതൊക്കെ ഡാമേജ് ഒക്കെ ആയിട്ടായിരിക്കും കാർഡ് കിട്ടുന്നത്. അപ്പം ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇത് അധികം സൂക്ഷിച്ച് വെക്കാനും പറ്റത്തില്ല, കാർഡ് മോശമായതുകൊണ്ട് പിന്നെ അൺകാർഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മളിത് അധികം ഒന്നും ഓവർ പ്രൈസ് കൊടുത്തൊന്നും മേടിക്കരുത്. കഴിവതും നമുക്ക് MRP തന്നെ ഇത് പല കടകളിലും കിട്ടും. അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് പറഞ്ഞ് ഓൺലൈൻ സൈറ്റിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഭേദം. വേറെ വല്ല മോഡൽസ് നോക്കുന്നതായിരിക്കും. കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ് അവരുടെ റേറ്റും കാര്യങ്ങളും ഒക്കെ. അപ്പം ഈ കാണുന്ന മോഡലാണ് നമ്മുടെ കീ സ്വാപ്പ് എന്ന് പറഞ്ഞ മോഡൽ. അപ്പം ഇതിന്റെ ലുക്ക് ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കി. അത്യാവശ്യം നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. 1:64 സ്കെയിലിൽ വരുന്ന മോഡലാണ് കാണുന്നത്. ഇതിൻ്റെ നിങ്ങൾ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ടയർ കണ്ടോ, ശ്രദ്ധിച്ചു? അധികം വലിപ്പമില്ല, ചെറിയൊരു ടയറാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ വാൻ കണ്ടിട്ട് നമുക്ക് ഏത് മോഡലായിട്ട് സാമ്യം വരുന്നുണ്ട്? ഏകദേശം നമ്മുടെ മാരുതി സുസുക്കിയുടെ ഒമ്നി വാനുമായിട്ട് സാദൃശ്യമില്ലേ? നമ്മുടെ ഏഷ്യൻ നിരത്തുകളിലൊക്കെ കൂടുതൽ ഇതുപോലെ വാനുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഹോട്ട് വീൽസിലൊക്കെ ആർട്ട് കാർഡ്സ് ആയിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കൊരു മെയിലൈൻസിന്റെ തന്നെ പതിപ്പ് തന്നെയാണ് ഈ കാണുന്നത്. അപ്പം ഓവറോൾ ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല കാണാൻ തന്നെ ഭംഗിയുണ്ട്. അതുപോലെ ടയറും ഒക്കെ ആണെങ്കിലും ചെറുതാണെങ്കിൽ തന്നെ കുഴപ്പമില്ല. പിന്നെ ടയറിന്റെ അലോയ്സിൽ വരുന്ന ആ റെഡ് റിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഇതിന്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്റ്റിക്കർ വർക്കാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ വരുന്ന എൻജിൻ പോർഷൻ കണ്ടോ, നമുക്ക് എക്സോസ്റ്റ് വരുന്നത് നമുക്ക് എക്സൈറ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കിടിലൻ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിലൊക്കെ ആണെങ്കിലും ഡിക്കിയിലൊക്കെ വരുന്ന ടെയിൽ ലാമ്പിന്റെ അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റിന്റെ ഒക്കെ ജസ്റ്റ് സ്കെച്ച് മാത്രമായിട്ട് കൊടുത്തിട്ടുള്ളൂ, വേറെ ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ല. പെയിന്റ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആക്കാം. നല്ലൊരു സൈഡ് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ്. ഹോട്ട് വീൽസിന്റെ ബാഡ്ജിയും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ ഇതിന്റെ ഗ്ലാസ് വരുന്നത് തന്നെ ബ്ലൂ ടിൻറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് വരുന്നത്. വിൻഷീൽഡും കാര്യങ്ങളൊക്കെ ഈ കാണുന്നതാണ് ഇതിന്റെ ഇന്റീരിയർ കാണുന്നത്. അതുപോലെ ഡോർ ഹാൻഡിലിനും സൈഡ് ഡോർ ഹാൻഡിലിനും ബ്ലാക്ക് കളറിൽ നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഡിസൈനറുടെ പേര് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ ഒക്കെ ആണെങ്കിലും ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ഡീറ്റെയിലിംഗ് ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല, നമുക്ക് വേണേൽ അത് കളർ ചെയ്തൊക്കെ എടുക്കാന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ബമ്പർ പോർഷൻസും ഒക്കെ ജസ്റ്റ് ഓക്കെയാണ്. ഡീറ്റെയിലിംഗിന്റെ ഒരു സ്കെച്ച് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മളത് കുറച്ചും കൂടെ ഡിസൈൻ ചെയ്ത് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയായിരിക്കും. പിന്നെ ഇതിന്റെ എടുത്തു പറയേണ്ടതാണ് ഇതിന്റെ പെയിന്റ് ക്വാളിറ്റി. പക്ക റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നല്ല മെറ്റാലിക് പിങ്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഗ്ലിറ്ററിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ക നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. പിന്നെ ഇതിന്റെ സ്പോയിലറും കാര്യങ്ങളൊക്കെ എടുത്ത് പറയുകയാണ്, നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലുക്കിലും സൈഡിൽ വരുന്ന ആ ഗ്രാഫിക്സും കാര്യങ്ങളും സ്റ്റിക്കർ വർക്ക് എല്ലാം കൊള്ളാം. നല്ലൊരു സ്പോർട്ടി ലുക്കിലാണ് സ്പോയിലറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ ടോപ്പ് പോർഷനിൽ ഒരു ഗ്ലാസിൽ തന്നെയാണ് ഈ W എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് വന്നിരിക്കുന്നത്. W എന്നുള്ള ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയർ പോർഷൻസ് ഞാൻ 3D പ്രിന്റ് ചെയ്ത് കാണിക്കാം. ഈ കാണുന്നതാണ് ഇതിന്റെ ഇന്റീരിയർ വരുന്നത്. ഈ ഡീറ്റെയിൽ നമുക്കൊന്ന് കളർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റിയലിസ്റ്റിക് ആയിട്ടുള്ള ലുക്ക് കാണാം. ഇത് കാണുമ്പോൾ എൻ്റെ ബാക്കിൽ 2 ടയർ അലോയ്സും കാണാം, ഒരു സൈക്കിൾ കാണാം, ഒരു മ്യൂസിക് ടേപ്പ്, അതുപോലെ തന്നെ 2 സീറ്റ്സ്, ഇന്റീരിയറും കാര്യങ്ങളും സ്റ്റിയറിംഗും ഒക്കെ പക്ക റിയലിസ്റ്റിക് ആണ്. നമ്മുടെ അപ്പോൾ ബോഡി വരുന്നത് മെറ്റൽ പാർട്സ് ആണ്. ഷാസി വരുന്നത് ആസ് യൂഷ്വൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ്. കീ സ്വാപ്പ് എന്നുള്ള പേരും അതുപോലെ തന്നെ ഹോട്ട് വീൽസിന്റെ ബ്രാൻഡിങ് മെയ്ഡ് ഇൻ മലേഷ്യ നമുക്ക് കാണാം. അത് ഫാൻസി മോഡൽസിലൊക്കെ ഉള്ള തന്നെ ടയേഴ്സ് ആണ്.
സ്ക്രോളിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വലിയ രീതിയിലില്ല, എന്നാലും കുഴപ്പമില്ലെന്ന് പറയാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതൊരു പാർട്ട് 1 പാർട്ട് 2 ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള കണ്ടന്റ്സ് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഓക്കെ, ബൈ.